ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ലില്ലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ അഡീനിയൻ ചെടികളുടെ കമ്പുകൾ, നമ്മൾ മുറിച്ച് മാറ്റുന്ന കമ്പുകൾ എങ്ങനെ പിടിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഞാൻ മുറിച്ചെടുത്ത കുറച്ച് അഡീനിയത്തിൻ്റെ കമ്പുകൾ പിടിപ്പിച്ചെടുത്തത് ആണ്. ഇത് ഞാനിപ്പോൾ ഒത്തിരി ഒരു 2-3 ആഴ്ച കൂടുതലായി കേട്ടോ. ഇത് പിടിച്ച് വരുന്ന അതിൻ്റെ തൈയൊക്കെ ഇത് അതുപോലെ തന്നെ ഇത് ചെറിയ തൈയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ബഡ് ചെയ്തപ്പോൾ അത് മുറിച്ച് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് ഞാൻ പിടിപ്പിച്ചു. ഇത് വേണം. ഇപ്പം ഞാൻ ഇത് ഒത്തിരി നേരത്തെയൊക്കെ പിടിപ്പിച്ച് വെച്ച തൈയാണ് കേട്ടോ. അതിൻ്റെ കമ്പ് പിടിപ്പിച്ച് അതിൻ്റെ ചുവട് നോക്കി കമ്പ് വെട്ടി പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് താഴെ ഇട്ടിരിക്കാം. എന്താ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ നടുന്ന സമയത്ത് ഞാനത് കാണിച്ചു. ഇപ്പോൾ ഞാൻ ഈ ചെടിയുടെ ഒപ്പം നട്ട തൈയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം നട്ടതാണ്. വേണ്ട അതിൻ്റെ വേര് വേണ്ട. അപ്പോൾ ഞാനിത് നട്ടതായിരുന്നു. അപ്പോൾ ചെറിയ ചട്ടിയിൽ നട്ടിരുന്നു. അപ്പോൾ അതിനെ അല്പം കൂടെ വലിയ ചട്ടിയിലോട്ട് നടാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഒരു അടിയനത്തിൽ നിന്ന് കിട്ടിയ വിത്ത് പാകി മുളച്ച് വന്ന തൈൻ്റെ അത് ഞാൻ റിപ്പോർട്ട് ഇത് നമ്മൾ ബഡ് ചെയ്തപ്പോൾ അത് മുറിച്ച് മാറ്റി ഇതിലോട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ അതിൽ നിറച്ച് വേരൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഈ പ്രായമുള്ള ചെടിയാണുണ്ടോ. ഈ പ്രായമുള്ള ചെടിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ് ഈ കമ്പ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പൂവിൻ്റെ കളർ ഏതെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് ഈ ചട്ടിയിലോട്ട് നടാമെന്ന് വിചാരിച്ചു. അതിന് വേര് പിടിച്ചത് കൊണ്ട് നമുക്കിനി അതിനെ ചട്ടിയിൽ നിന്ന് മാറ്റി നടാം. ഞാൻ ഇതിൻ്റെ കമ്പ് മുറിച്ച് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒരുപാട് ഒഴിക്കില്ല കേട്ടോ. നമ്മൾ മുറിച്ചെടുത്ത കമ്പ് പിന്നെ സാഫ് പുരട്ടിയിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ നട്ടതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിച്ചാൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കമ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ 2-3-4 തുള്ളി വെള്ളം മാത്രം, അതിൻ്റെ ചുവട് മാത്രം നനയത്തക്ക രീതിയിൽ ഞാൻ ഇത് വെള്ളം പിന്നെ ഒഴിക്കും. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും 2-3 തുള്ളി ഇങ്ങനെ 2-3 തുള്ളി വീതം ഒഴിച്ച് ഇത് വേര് പിടിച്ചു ഇലയെല്ലാം വന്നതിന് ശേഷം മാത്രമേ പിന്നെ വെള്ളം കൂടുതൽ ഒഴിക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടിട്ട് ഉടനെ ഒരുപാട് വെള്ളം എടുത്തൊഴിച്ചാൽ അത് ചീഞ്ഞു പോകും, പിടിച്ചു കിട്ടില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ തൈകൾ അങ്ങനെ പോയി, അങ്ങനെ വെള്ളം ഒരുപാട് ഒഴിച്ച്. അപ്പോൾ ഞാൻ അതിന് ശേഷം ചീഞ്ഞു പോയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കമ്പ് വെച്ചതിന് ശേഷം മണ്ണെല്ലാം മൂടി. ഈ മണ്ണെന്ന് പറയുന്നത് ഈ മഴ സമയത്ത് ഒലിച്ചു വന്ന മണ്ണാണ് കേട്ടോ, ഒലിപ്പ് മണലെന്ന് പറയും. അപ്പോൾ ആ മണലും കൂടെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഇതാണ്. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഈ ചട്ടിയിലോട്ട് പിടിപ്പിക്കാം. നട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതിങ്ങനെ നട്ടിട്ട് വേരിന് മണ്ണിൽ പിടിക്കണം. മണ്ണിൽ വേര് പിടിച്ച് കഴിയുന്നത് വരെ വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ നട്ടതിന് ശേഷം കുറച്ച് വെള്ളം അതിൻ്റെ ചുവട് മാത്രം നനയത്തക്ക രീതിയിൽ ഒരു 3-4 തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഈ വേര് ഈ മണ്ണിൽ പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇല വരുന്നതാണ്. ഇതിപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ വേര് മണ്ണിലങ്ങ് സെറ്റായിക്കോളും. അപ്പോൾ
അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ കമ്പ് ഇതിൻ്റെ കമ്പ് നമ്മൾ മുറിച്ച് ഈ അടീനിയത്തിൻ്റെ കമ്പ് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ മണ്ണിൽ വെച്ച് നട്ടതിന് ശേഷം അത് മുറിച്ചെടുത്തിട്ട് സാവ് പുരട്ടണം കേട്ടോ. സാവ് പുരട്ടിയതിന് ശേഷം നമ്മൾ മണ്ണിൽ വെച്ച് അത് നട്ടതിന് ശേഷം ഒരു 3-4 തുള്ളി വെള്ളം മാത്രമേ ഒഴിക്കാവൂ. കാരണം ചീഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം മുള വരുന്നത് വരെ, വേര് പിടിച്ച് മുള വരുന്നത് വരെ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ഒരു 3-4 തുള്ളി വെള്ളം അതിൻ്റെ ചുവട്ടിൽ മാത്രമേ ഒഴിക്കാവൂ. അങ്ങനെ ഈ വേരും പുതിയ ഇലകൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം വേര് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പിടിപ്പിച്ചെടുത്ത അടീനിയത്തിൻ്റെ കമ്പുകൾ കൊണ്ട് പിടിപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിലൊരുപാട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാതെ ഞാൻ ഇതുപോലെ നട്ട് ശരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരുപാട് അടീനിയത്തിൻ്റെ കമ്പുകൾ ചീഞ്ഞു പോകാനിടയായി. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് നട്ടതിന് ശേഷം 2-3 തുള്ളി വെള്ളം ഒഴിക്കും. അതിന് ശേഷം എനിക്കിപ്പോൾ ഒത്തിരി കമ്പുകളെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ ഒരു 5 കമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പിടിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കൂ. കാരണം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു.